ലീഡ് ഐസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സണായി ചുമതലയേറ്റ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി 2024 യൂറോപ്യൻ സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ചൈനയിൽ. ദേശീയ പഞ്ചായത്ത് രാജ് അവാർഡുകൾ പ്രഖ്യാപിച്ച് കേന്ദ്രം. ഏഷ്യയിൽ ഷ്രിങ്കിംഗ് സിറ്റീസ് വർദ്ധിക്കുന്നു. 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റലായി തിരഞ്ഞെടുക്കപ്പെട്ട് റിയോ ഡി ജനീറോ. ഭൂമിയുടെ ധ്രുവങ്ങളുടെ സ്ഥാനത്തിൽ മാറ്റം വരുത്താനൊരുങ്ങി കാലാവസ്ഥാ വ്യതിയാനം. വാർത്തകൾ വിശദമായി. ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സണായി ചുമതലയേറ്റ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഇന്ത്യയുടെ 23ാമത് ലോ കമ്മീഷൻ ചെയർപേഴ്സണാണ് ഇദ്ദേഹം. ഇന്ത്യയിൽ രൂപീകരിക്കുന്ന നിയമങ്ങൾ നീതിയുക്തമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാപിതമായ ഒരു കമ്മീഷനാണ് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ. 1834 ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർക്കാർ ആദ്യത്തെ നിയമ കമ്മീഷൻ സ്ഥാപിച്ചു. 1955 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ നേരിട്ട് പ്രതിപാദിക്കുന്നില്ലെങ്കിലും ആർട്ടിക്കിൾ 39A പറഞ്ഞിട്ടുള്ള ഈക്വൽ ജസ്റ്റിസ്, ഫ്രീ ലീഗൽ എയ്ഡ് എന്നിവയ്ക്ക് വേണ്ടി ഈ കമ്മീഷൻ നിലകൊള്ളുന്നു. ചുട്ടുപൊള്ളി യൂറോപ്പ്. 2024 യൂറോപ്യൻ സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന കണക്കുകൾ. കാലാവസ്ഥാ വ്യതിയാനം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ കനത്ത ചൂടിലേക്ക് നയിക്കുകയാണ്. എന്നാൽ ഈ ആഗോള ശരാശരിയേക്കാൾ ഇരട്ടി വേഗത്തിൽ യൂറോപ്പ് ചൂടാകുന്നു എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡിന് മുമ്പുള്ള ശരാശരി താപനിലയെ അപേക്ഷിച്ച് 2.4 ഡിഗ്രി സെൽഷ്യസ് താപനില യൂറോപ്പിൽ വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഈ വേഗത്തിൽ വർദ്ധിക്കുന്ന ചൂട് യൂറോപ്പിൽ ഉടനീളം ഉഷ്ണതരംഗങ്ങൾക്കും വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നുണ്ട്. ആർട്ടിക് റീജിയനോട് സാമീപ്യം ഉള്ളതിനാൽ കാലാവസ്ഥയിലുള്ള മാറ്റം വളരെ പെട്ടെന്ന് യൂറോപ്പിനെ ബാധിക്കുന്നതാണ് ഇതിന്റെ കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ചൈനയിൽ. ചൈനയിലെ ഹ്വാജിയാങ് ഗ്രാൻഡ് കാനിയൻ ബ്രിഡ്ജാണ് ഈ റെക്കോർഡിലേക്ക് എത്തുന്നത്. 2025 ജൂണിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങുകയാണ് ചൈന. ഗുയിഷോ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഹുവാജിയാങ് ഗ്രാൻഡ് കാനിയൻ ചൈനയുടെ എഞ്ചിനീയറിംഗ് മികവിൻ്റെ പുതിയ ഉദാഹരണമാണ്. ബെയ്പ്പൻ നദിയിൽ നിന്ന് 2051 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലം നിലവിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ഫ്രാൻസിലെ മിലാവു വയഡക്റ്റിനെ 947 അടി ഉയരം കൊണ്ട് മറികടക്കും. ഏകദേശം 22,000 ടൺ സ്റ്റീലാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 3 ഐഫൽ ടവറുകൾക്ക് തുല്യമാണ്. മലയിടുക്കുകളിലൂടെയുള്ള യാത്രാസമയം 1 മണിക്കൂറിൽ നിന്നും വെറും 1 മിനിറ്റായി കുറയ്ക്കാൻ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിലൂടെ ചൈനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ദേശീയ പഞ്ചായത്ത് രാജ് അവാർഡുകൾ പ്രഖ്യാപിച്ച് കേന്ദ്രം. ആദ്യമായി പഞ്ചായത്തുകൾക്ക് സ്പെഷ്യൽ കാറ്റഗറി അവാർഡ്സ് സംഘടിപ്പിക്കുന്നതും ഈ വർഷമാണ്. 1992 73ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ പഞ്ചായത്തുകൾ നിലവിൽ വരുന്നത്. ഈ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് എല്ലാ വർഷവും നൽകി വരുന്ന ദേശീയതല അംഗീകാരങ്ങളാണ് പഞ്ചായത്ത് അവാർഡുകൾ. സാധാരണയായി എല്ലാ വർഷവും ദേശീയ പഞ്ചായത്ത് ദിനമായ ഏപ്രിൽ 24 ഈ അവാർഡ് പ്രഖ്യാപനം നടക്കുന്നത്. ഏഷ്യയിൽ ഷ്രിങ്കിംഗ് സിറ്റീസ് വർദ്ധിക്കുന്നു. വാർണിംഗുമായി UN ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് ദ പസഫിക്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 10 നഗരങ്ങളിൽ 7 ഏഷ്യയിലാണ്. ടോക്കിയോ, ഡൽഹി, ഷാങ്ഹായ്, ധാക്ക എന്നിവ പട്ടികയിൽ ഒന്നാമതാണ്. ഏഷ്യയിലെ ഈ ഡെവലപ്പിംഗ് രാജ്യങ്ങളിലെ ജനസംഖ്യ വളരേണ്ടതിന് പകരം കാലക്രമേണ കുറയുന്നു എന്നാണ് UNESCAP കണ്ടെത്തിയിരിക്കുന്നത്. ജനനനിരക്കിലെ കുറവ്, മരണനിരക്കിലെ വർധനവ്, തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ കുറവ്, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാരണങ്ങളാണ് ഇതിനു പുറകിലെന്ന് കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു. 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റലായി തിരഞ്ഞെടുക്കപ്പെട്ട് റിയോ ഡി ജനീറോ. യുനെസ്കോ ആണ് ഈ പദവിയിലേക്ക് റിയോ ഡി ജനീറോയെ തിരഞ്ഞെടുത്തത്. പുസ്തകങ്ങൾ മറ്റൊരു ലോകത്തേക്കുള്ള ജാലകം പോലെയാണ്. പുസ്തകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലോക ജനതയ്ക്ക് അറിവ് പകരാനായി യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ യുനെസ്കോ എല്ലാ വർഷവും വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ആചരിച്ചു വരുന്നു. പുസ്തക വായന, പ്രസിദ്ധീകരണം, സാക്ഷരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശക്തമായ പ്രതിബദ്ധത പുലർത്തുന്ന ഒരു നഗരത്തിന് യുനെസ്കോ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ പദവി നൽകി വരുന്നതും ഇതേ ദിവസമാണ്. 2003
വേൾഡ് ബുക്ക് ക്യാപിറ്റലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂഡൽഹിയായിരുന്നു. ഭൂമിയുടെ ധ്രുവങ്ങളുടെ സ്ഥാനത്തിൽ മാറ്റം വരുത്താൻ ഒരുങ്ങി കാലാവസ്ഥാ വ്യതിയാനം. ഏകദേശം 27 മീറ്റർ വരെ സ്ഥാനമാറ്റം ഭൂമിയുടെ ധ്രുവങ്ങളിൽ ഉണ്ടായേക്കാമെന്ന് പഠന റിപ്പോർട്ട് പറയുന്നു. ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്ന സാങ്കല്പിക അച്ചുതണ്ട്. ഭൂമിയുടെ ഉപരിതലവുമായി ചേരുന്ന 2 പോയിന്റുകളാണ് ഭൂമിയുടെ ധ്രുവങ്ങൾ. ഇവ ഉത്തരധ്രുവം, ദക്ഷിണധ്രുവം എന്നിങ്ങനെ അറിയപ്പെടുന്നു. പൊതുവെ ഭൂമിയുടെ ഭ്രമണത്തെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂമിയിലെ വലിയ മഞ്ഞുപാളികളുടെ ഘടന. എന്നാൽ ആഗോളതാപനം മൂലം വൻതോതിൽ മഞ്ഞുപാളികൾ ഉരുകിക്കൊണ്ടിരിക്കുന്നു. ഈ മഞ്ഞുപാളികളിൽ നിന്ന് ഭാരം സമുദ്രങ്ങളിലേക്ക് മാറുന്നു. ഭാരത്തിൻ്റെ ഈ പുനർവിതരണം ഭൂമിയുടെ സന്തുലിതാവസ്ഥയെയും ഒപ്പം ഭ്രമണത്തെയും ബാധിക്കുകയും ധ്രുവങ്ങളുടെ സ്ഥാനമാറ്റത്തിന് കാരണമാവുകയും ചെയ്യുന്നു. നിലവിൽ ഈ മാറ്റം ദൈനംദിന ജീവിതത്തിന് ഭീഷണിയല്ലെങ്കിലും ഇത് ഉപഗ്രഹ സംവിധാനങ്ങൾ, GPS, കാലാവസ്ഥാ മോഡലുകൾ എന്നിവയെ ബാധിച്ചേക്കാം. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.